നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ഒരു കേന്ദ്ര സർക്കാർ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷന് തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നിലവിലുള്ള ടെക്നിക്കൽ അസിസ്റ്റന്റ്, സയന്റിഫിക് അസിസ്റ്റന്റ്, ലൈബ്രറി അസിസ്റ്റന്റ് എന്നീ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1ാം ക്ലാസ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, അതുപോലെ 1ാം ക്ലാസ് BSc ഫിസിക്സ് കെമിസ്ട്രി, അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രിയുള്ള ലൈബ്രറി സയൻസ് ഒക്കെ പാസ്സുകാർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണം. നമുക്കതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന് കീഴിലുള്ള ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഒരു പ്രധാന സ്ഥാപനമാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. VSSC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്താണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിലവിലുള്ള ടെക്നിക്കൽ അസിസ്റ്റന്റ്, സയന്റിഫിക് അസിസ്റ്റന്റ്, ലൈബ്രറി അസിസ്റ്റന്റ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ആകെ 83 ഒഴിവുകളാണ്, സ്ഥിരം ഒഴിവുകളാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് താല്പര്യമൊക്കെ ഇന്നു മുതൽ, അതായത് 2025 ജൂൺ 4 മുതൽ ജൂൺ 18 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. മറ്റു രീതിയിലുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കത്തില്ല. അതിനുശേഷം റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും. അതിന്റെ ഡേറ്റ് പിന്നീട് അറിയിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വേക്കൻസികളുടെ ഡീറ്റെയിൽസ് നോക്കാം. എല്ലാ പോസ്റ്റിലേക്കുമുള്ള ശമ്പള സ്കെയിൽ 44,900 മുതൽ 1,42,400 എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുക. തുടക്ക ശമ്പളം 78,000 രൂപയോളം ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് വേക്കൻസികൾ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഡിസിപ്ലിൻ ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സിൽ 27 വേക്കൻസികളുണ്ട്. അതിനുവേണ്ടി യോഗ്യത ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്. ഇതിൽ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലുള്ള 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 1ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകാതിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ 27 പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി 14 എണ്ണം അൺറിസർവ്ഡ് ആണെന്ന കാര്യം മനസ്സിലാക്കുക. അടുത്ത പോസ്റ്റ് മെക്കാനിക്കലാണ്. മെക്കാനിക്കലും 26 പോസ്റ്റുകളാണുള്ളത്. അതിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉള്ള 1ാം ക്ലാസ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ്സാകാതിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ 26 പോസ്റ്റുകളിലേക്കുള്ളതിൽ അപേക്ഷിക്കാൻ കഴിയും. അടുത്ത കമ്പ്യൂട്ടർ സയൻസ് ആണ്. കമ്പ്യൂട്ടർ സയൻസിലെ 12 വേക്കൻസികളുണ്ട്. അതിനുവേണ്ടി യോഗ്യത കമ്പ്യൂട്ടർ സയൻസിലോ ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ള 1ാം ക്ലാസ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഫസ്റ്റ് ക്ലാസ്സിലായിരിക്കണം പാസ്സായിരിക്കേണ്ടത്. അടുത്തത് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ 6 വേക്കൻസികളാണുള്ളത്. അതിലേക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗിലോ കെമിക്കൽ ടെക്നോളജിയിലോ ഉള്ള 1ാം ക്ലാസ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 3 വർഷത്തെ പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലും സിവിൽ എഞ്ചിനീയറിംഗിലും ഓരോ വേക്കൻസികൾ വീതമാണുള്ളത്. അതിലേക്ക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ, അല്ലെന്നുണ്ടെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിലുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 3 വർഷത്തെ കോഴ്സ് 1ാം ക്ലാസ്സിൽ പാസ്സാകാതിരിക്കണം, അവർക്ക് അപേക്ഷിക്കാൻ കഴിയും. റെഫ്രിജറേഷൻ ആൻഡ് AC ഒരു വേക്കൻസി ഉണ്ട്. അതിലേക്ക് ഡിപ്ലോമ, അത് റെഫ്രിജറേഷൻ ആൻഡ് AC എന്നുള്ള ട്രേഡിലെ ഡിസിപ്ലിനുള്ള 1ാം ക്ലാസ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ്സായവർക്ക് അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഈ പോസ്റ്റുകളെല്ലാം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്കാണെന്ന് മനസ്സിലാക്കുക. അടുത്തത് സയന്റിഫിക് അസിസ്റ്റന്റ് ആണ്. ഇതേ സ്കെയിലിന്റെ ശമ്പളം തന്നെയാണ്. അതിലേക്ക് ഫിസിക്സിന്റെ 4 വേക്കൻസികളുണ്ട്. അതിനുവേണ്ടി യോഗ്യത BSc ഫിസിക്സ്, 1ാം ക്ലാസ് BSc ഫിസിക്സ് ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത കെമിസ്ട്രിയാണ്, ഒരു വേക്കൻസി ഉള്ളത്. 1ാം ക്ലാസ് BSc കെമിസ്ട്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത ലൈബ്രറി സയൻസ് ആണ്. ശമ്പള സ്കെയിലൊന്നും മാറ്റമില്ല. അതിലേക്ക് 2 വേക്കൻസികളാണുള്ളത്. അതിനുവേണ്ടി യോഗ്യത ഏതെങ്കിലും വിഷയത്തെ ബിരുദവും അതോടൊപ്പം മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ശമ്പള സ്കെയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, 78,000 എല്ലാ പോസ്റ്റിനും തുടക്ക ശമ്പളം ലഭിക്കും. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും https://www.vssc.gov.in എന്ന സൈറ്റിൽ ലഭ്യമാണ്. ഈ സൈറ്റ് വഴി വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈനുള്ള അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. ഇതിലേക്ക് സെലക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വയസ്സ് പറഞ്ഞിട്ടുള്ളത് 18 മുതൽ 35 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷവും, OBC നോൺ ക്രിമിനൽ ആയിട്ടുള്ള കുട്ടികൾക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. സെലക്ഷൻ പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ടെസ്റ്റും ഉണ്ടാകും, സ്കിൽ ടെസ്റ്റ് ഉണ്ടാകും. അത് റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും. റിട്ടേൺ ടെസ്റ്റിന് കേരളത്തിലെ 3 സെന്ററുകളുണ്ട്. തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം എന്നീ 3 സെന്ററുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റർ ചൂസ് ചെയ്യാൻ കഴിയും. റിട്ടേൺ ടെസ്റ്റിന് 80 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ആയിരിക്കും ഉണ്ടായിരിക്കുക. 90 മിനിറ്റ്, 1.5 മണിക്കൂർ സമയമായിരിക്കും ലഭിക്കുക. സ്കിൽ ടെസ്റ്റിന് ശേഷം റിട്ടേൺ ടെസ്റ്റിൽ പാസ്സാകുന്നവർക്കായിരിക്കും സ്കിൽ ടെസ്റ്റിനുള്ള അവസരം ലഭിക്കുക. ഇന്ത്യക്കാരുള്ളവർ മാത്രം അപേക്ഷിക്കാൻ പറ്റുന്ന പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അപേക്ഷാ ഫീസ് ഉണ്ട്. 750 രൂപ എല്ലാവരും ഓൺലൈനായിട്ട് തന്നെ 750 രൂപ ഫീസായിട്ട് എല്ലാവരും കൊടുക്കണം. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, വനിതകൾ, അതുപോലെ എക്സ്-സർവീസ്മെൻ കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫുൾ എമൗണ്ടും റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും. പരീക്ഷ എഴുതിയെങ്കിൽ മാത്രം. റിട്ടേൺ ടെസ്റ്റ് എഴുതുന്ന എല്ലാവർക്കും, അപ്ലൈ ചെയ്യുന്ന എല്ലാവരും 750 രൂപ ഫീസ് അടയ്ക്കണം. എന്നാൽ റിട്ടേൺ ടെസ്റ്റ് എഴുതുന്ന എല്ലാ SC/ST-കാരായിട്ടുള്ളവർക്കും, വനിതകൾക്കും, എക്സ്-സർവീസ്മെൻ കാൻഡിഡേറ്റ്സും, ഡിസബിലിറ്റി ഉള്ളവർക്കും 750 രൂപയും റീഫണ്ട് കൊടുക്കും. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനൊക്കെ റിട്ടേൺ ടെസ്റ്റ് അപ്പിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 500 രൂപയായിരിക്കും റീഫണ്ട് കിട്ടുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക.
സെന്റർ ഞാൻ പറഞ്ഞു. കേരളത്തിൽ 3 സെന്ററുകളാണുള്ളത്. എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം സെന്ററുകളുണ്ട്. അതുപോലെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓൺലൈനായിട്ട് സമർപ്പിച്ചാൽ മതി. പിന്നെ കോപ്പി എടുത്ത് അയക്കേണ്ട ആവശ്യമില്ല എന്ന കാര്യം കൂടി ഓർമ്മിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ എന്തെങ്കിലും താല്പര്യമുള്ളവർക്ക് ഇന്ന് മുതൽ, അത് 2025 ജൂൺ 4 മുതൽ ജൂൺ 18 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. https://www.vssc.gov.in എന്ന സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. താല്പര്യമുള്ള ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.